പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത സകലതും നാം ഓർത്തിരിക്കേണ്ടതാണ്, മറന്നുപോകാനിടയാകരുത്. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർ 7:27. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. യേശു കർത്താവ് അക്കംപ്ലിഷ് ചെയ്ത വൺസ് ഫോർ ഓൾ, പ്രൈസ് ഗോഡ്, അത് മറന്നു പോകരുത് കേട്ടോ. ഇറ്റ് ഈസ് സിമ്പിൾ. One sacrifice for all sins means we are forgiven, not day after day, not little by little, but once and for all. ഇത് പ്രിയ ദൈവമക്കൾ ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ഒരിക്കലും വൺസ് ഫോർ ഓൾ ഫോർഗീവ്നെസ് നമുക്ക് വേണ്ടി ഓഫർ ചെയ്ത യേശു കർത്താവിനെ മറക്കാതെ ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം നാം കഴിച്ചു കൂട്ടണം. പ്രൈസ് ഗോഡ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ ഓരോ പാപവും ഓർക്കുക, എവറി സിന്ന് എന്നിട്ട് കൺഫസ് ചെയ്യുക, ഇൻ ഓർഡർ ടു ബി ഫോർഗിവൺ ബൈ ഗോഡ്. അതിലൊരു പാപം നിങ്ങളപ്പോൾ അങ്ങ് മറന്നു പോയാലും കൊടുക്കും. നിങ്ങൾ കൺഫസ് ചെയ്യാതെ വിട്ടുകളഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവത്തിലേ വളരെ ക്ലിയറായിട്ട് നീ റിപ്പൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പാപങ്ങളെ ഓവർകം ജയിപ്പാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിപ്പാൻ നാം ബാധ്യസ്ഥരാം. പ്രൈസ് ഗോഡ്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഭയം വരും, സ്ട്രെസ്സ് വരും. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ പറഞ്ഞല്ലോ, സകലവും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസിൻ്റെ ഓർത്ത് റിലാക്സ് ചെയ്യാൻ പറ്റാത്തുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടി വരും. യേശു കർത്താവിൻ്റെ രക്തം, ഹല്ലേലൂയ, നത്തിങ് എൽസ് മേക്സ് എനി സെൻസ്. ഓർത്തോണേ, നമ്മുടെ ഓർമ്മയോ നമ്മുടെ കുറച്ച് വാക്കുകളോ നമ്മുടെ എന്തെങ്കിലും പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നത്. യേശു കർത്താവ് ചിന്തിയ രക്തമാണ് നമ്മുടെ പാപത്തെ ക്ഷമിച്ചു തന്നത്. ദ ഒൺലി ബ്ലഡ് ബ്രിങ്സ് ഫോർഗിവ്നെസ്. അതുകൊണ്ട് ഇതൊരു വൺ ടൈം സാക്രിഫൈസ് ആയിരുന്നു യേശു കർത്താവിൻ്റെ. ഹല്ലേലൂയ. ഇറ്റ്സ് ഓവർ. യു ആർ എ ടോട്ടലി ഫോർഗിവൺ പേഴ്സൺ. വിശ്വസിക്കുന്നു. റിലീജിയസ് സിസ്റ്റംസൊക്കെ നമ്മളോട് പറയും വീണ്ടും 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 വീണ്ടും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പാപമേറ്റു പറഞ്ഞ് പിന്നെയും പാപം ചെയ്ത് പിന്നെയും പാപം ചെയ്ത് പിന്നെയും പാപം ചെയ്ത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പുതിയ കവനൻ്റ് ഉണ്ടല്ലോ, അത് കൃപയുടെ കവനൻ്റാണ്. പ്രൈസ് ഗോഡ്. ഒരു വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കണമേ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. 1 John chapter 2 verse 2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ കർത്താവിൻ്റെ രക്ഷണ്യ പ്രവൃത്തി വളരെ വ്യക്തമായി ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എഫേഷ്യൻസ് വായിച്ചാലും കൊളോഷ്യൻസ് വായിച്ചാലും എബ്രായ ലേഖനം വായിച്ചാലും 1 യോഹന്നാൻ വായിച്ചാലും അവിടെയെല്ലാം നാം കാണുന്നു, ഗോഡ് ഫോർഗേവ് അസ് ഓൾ അവർ സിൻസ്. ഹല്ലേലൂയ. എല്ലാ പാപങ്ങളെയും ദൈവം ക്ഷമിച്ചു. ചില വാക്യങ്ങൾ ഈ ഭാഗം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയേണ്ടതിന് ഞാൻ ചില വാക്യങ്ങളോട് നിങ്ങളോട് പറയട്ടെ. എഫേസ്യർ 4:32.
നിങ്ങൾ തമ്മിൽ മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. കൊലോസ്യർ 2:13. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. എബ്രായർ 10:18. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. 1 യോഹന്നാൻ 2:12. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇറ്റ്സ് പാസ്റ്റ് ടെൻസ് ബിക്കോസ് നത്തിങ് ന്യൂ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. മനസ്സിലായോ ദൈവമക്കളെ? ഒന്ന് ചിന്തിച്ചേ. All of your sins were in the future when Christ died. ഹല്ലേലൂയ. രക്ഷയ്ക്ക് മുമ്പുള്ള പാപമൊന്നും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പാപമൊന്നും ഒന്നും പറഞ്ഞ് യേശു കർത്താവിൻ്റെ രക്തം ഒരു വേർതിരിവ് നടത്തിയില്ല. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ആ കാര്യസ്ഥനെ നമുക്ക് തന്നിട്ടുണ്ട്. അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. നമ്മുടെ സൃഷ്ടാവാം ദൈവം ഹല്ലേലൂയ നമ്മെ ക്ലെൻസ് ചെയ്യുവാൻ തക്കവണ്ണം ശക്തിയുള്ള രക്തമാണ് നമുക്കായി തന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമുറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം. ന്യായപ്രമാണത്തിന് നാം മരിച്ചവരാ. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. ഗലാത്യർ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:18. ഇങ്ങനെയാണ് ആ വാക്യം പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴ് ഉള്ളവർ അല്ല. പ്രൈസ് ഗോഡ്. ഇത് സാൽവേഷനെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ബിഹേവിയറിനെ നാം എങ്ങനെ ലീഡ് ചെയ്യണമെന്നും എങ്ങനെ ഗൈഡ് ചെയ്യണമെന്നും നമുക്ക് ബോധ്യം തരിക. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവിനെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു അപ്രൈറ്റ് ലിവിങ് നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ അതിൻ്റെ ഉറവിടം ജീസസാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്തുമായിരിക്കണം? ലക്ഷ്യം അതും ജീസസാണ്. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ജീവിക്കുന്നു. തെറ്റിനെക്കുറിച്ചൊക്കെയുള്ള ബോധ്യം നമുക്ക് ലഭിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, റോമാലേഖനം 8-ാം അധ്യായം ഏറ്റവും ശ്രേഷ്ഠമായൊരു അധ്യായമാണ്. റോമാലേഖനത്തിലെ 8-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് പ്രൈസ് ദി ലോർഡ് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ചെയ്യരുത്, തിന്നരുത്, തൊടരുത്, ഇങ്ങനെയൊന്നുമുള്ള നിയമത്തിന് അധീനരായി കൊഴിഞ്ഞു പോകല്ലേ. ആത്മാവിൻ്റെ ഫലം നാം വഹിക്കുന്നവരായിരിക്കണം. ഞാൻ പറയട്ടെ, ചേർച്ച് ഗോവേഴ്സായിട്ട് മാത്രം ഇരിപ്പാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്നവരായിട്ട് അത് അനേകർക്ക് പ്രയോജനമുള്ളവരായി തീരേണ്ടതിന് ദൈവത്തെ അറിഞ്ഞ് ക്രിസ്തുവിനെ അറിഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങളെ അറിഞ്ഞ് അതിൻ്റെയൊക്കെ ഉടമസ്ഥരായിട്ട് മുന്നോട്ട് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ,
നമ്മെ നയിക്കുന്നത് ലോയല്ല, നമ്മെ നയിക്കുന്നത് സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ആത്മാവിൻ്റെ സൽഫലങ്ങളെ കായ്ച്ച് ആത്മാവിന് കീഴ്പ്പെട്ട് ദൈവരാജ്യത്തിൽ ഒരു നല്ല ഓഹരി പ്രാപിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ ഓടുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.